സിബി സാറിനെ കുറിച്ചൊക്കെ ഞാനെന്ത് പറയാൻ, അത്രയും വലിയ ഡയറക്ടർ, നല്ലൊരു ഡയറക്ടർ. പിന്നെ വളരെ സൗമ്യമായിട്ടാണ് നമ്മളോട് പെരുമാറുകയും സംസാരിക്കുകയും നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ സിബി സാറിൻ്റെ ശരിക്കും നല്ലൊരു നടനും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സിബി സാറ് പറയുന്നത് നമുക്ക് വേഗം മനസ്സിലാവും. അത് നല്ലൊരു സെറ്റായിരുന്നു ധനത്തിൽ. പിന്നെ എനിക്ക് വേറെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭരതം എടുക്കുന്ന സമയത്ത് ഭരതം ആയിരുന്നില്ല, വേറൊരു സബ്ജക്റ്റായിരുന്നു എടുത്തിരുന്നത്. അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ആ ഒരു സബ്ജക്റ്റ് വേറെ ഏതോ സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്നാണ് മാറ്റുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അടുത്ത പടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മദ്രാസിലായിരുന്നല്ലോ അന്നൊക്കെ ഡബ്ബിങ്. അപ്പോൾ അവിടുത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ് അന്നൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിലനിൽപ്പ് വേണമെങ്കിൽ സ്വന്തം ഡബ്ബ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ റോളാണ്, ഏത് റോളാണെങ്കിലും ശരി, നായികമാരാണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും നിലനിൽപ്പ് ഉണ്ടാവില്ല. കാരണം ആര് ചെയ്താലും ഒരേപോലെയല്ലേ. ഇപ്പോൾ ഫേസിൽ വരുന്ന ഭാവങ്ങൾ മാത്രമേ കുറച്ചൊരു വ്യത്യാസം വരുള്ളൂ. പക്ഷേ ശബ്ദം ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലേ. കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാവും അഭിനയിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ വേറെ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ KPS ലളിത ചേച്ചി, പൊന്നമ്മ ചേച്ചി, പിന്നെ TR റോമന, ഇവരൊക്കെ തന്നെ ഇവരുടെ സ്വന്തം ശബ്ദത്തിൽ ആര് ഡബ്ബ് ചെയ്തു വെച്ചാൽ അവരെ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. അല്ലാത്തവരൊന്നും നമുക്ക് കാണാൻ തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം സ്വന്തമായിട്ട് പലരും ഇപ്പോൾ സീരിയലിലൊക്കെ ഡബ്ബ് ചെയ്യാൻ മടിച്ചിട്ടോ എത്രയോ ഡബ്ബ് ചെയ്യണം, അതുകൊണ്ട് ഡബ്ബ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കത് വലിയൊരു ഇതായി തോന്നുന്നില്ല. കാരണം സിനിമയിൽ കരയുന്നത് ഗ്ലിസറിനുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ. സിനിമയിൽ കരയുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. നാടകം പോലെയല്ലല്ലോ സിനിമ. മോഹൻലാൽ വരുമ്പോൾ ശരിക്കും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറാണ് വരുന്നതെന്ന്, ഇത്രയും വലിയൊരു താരമാണ് വരുന്നതെന്ന് ഒരിക്കലും അത് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. കാരണം അങ്ങനെയാണ് ലാലിൻ്റെ പെരുമാറ്റം എല്ലാവരോടും. കുട്ടികളോടാണെങ്കിലും എല്ലാവരോടും ലാൽ ചിരിച്ച്, കാരണം നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ കൂടി ലാൽ ഇങ്ങോട്ട് വന്നിട്ട് ഹലോ പറയും. അങ്ങനെ ഒരു ഭയങ്കര ഒരു വിനയം, അത്രയും ഇതുള്ള ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ലാലിൻ്റെ പെരുമാറ്റം. മലയാള സിനിമയിൽ അങ്ങനെ ഒരു നമുക്ക് തിരക്കഥ വായിക്കാൻ തരിക അല്ലെങ്കിൽ, കാരണം ഞാൻ അഭിനയിച്ച ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചുവന്ന വിത്തുകളാണ്. അവിടെ ശരിക്കും ഒരു നമുക്ക് അപ്പം പറഞ്ഞു തരാമെന്നല്ല, ഒന്നും അത് വായിക്കാനൊന്നും തരില്ല. ഇപ്പം പിന്നെ നമ്മൾ ആ സീൻ, തിരക്കഥ വായിക്കുക എന്നല്ല, ആ സീൻ ഒന്ന് നോക്കട്ടെ അങ്ങനെ വായിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ കഥ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തിരക്കഥ വായിക്കുക അതൊക്കെ നായകന്മാർക്കായിരിക്കും. കാരണം അവർക്ക് അവരുടെ ആ സബ്ജക്റ്റൊക്കെ നല്ലതാണെങ്കിലല്ലേ അവർ ഡേറ്റ് കൊടുക്കുകയുള്ളൂ. അല്ല നമ്മളെയൊക്കെ പെട്ടെന്നാണല്ലോ അധികം വിളിക്കുന്നത്, പെട്ടെന്നായിരിക്കും ചേച്ചി ഒരു ക്യാരക്ടറുണ്ട്, ഇങ്ങനെ ഇന്നയാളുടെ അമ്മയാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റും. നല്ല റോളാന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അഭിനയിക്കാൻ. അങ്ങനെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട്. ചെല്ലുന്ന സമയത്ത് കുറേ ഡേറ്റ്, 20 ദിവസമൊക്കെ ഡേറ്റ് അല്ലെങ്കിൽ 15 ദിവസത്തെ ഡേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നല്ലതാണെന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഭയങ്കര ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്.